ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആര് എന്ന ചോദ്യം ഉന്നയിച്ചു കോടതി. കുറ്റകൃത്യം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഇവർ സുനിയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മിയെ കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കി. നടി ആക്രമിക്കപ്പെടുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്നാണ് കോടതിയുടെ ചോദ്യം. സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളും വന്നു. ഇവരെ കേസിൽ സാക്ഷിയാക്കുകയോ ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയോ ചെയ്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സ്ത്രീ പിന്നീട് സംസാരിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാഡം കൊട്ടേഷൻ തന്നുവെന്ന മൊഴിയുള്ള സ്ഥിതിക്ക് ഇവരെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. ശ്രീലക്ഷ്മിയുമായി പൾസർ സുനിക്കുള്ളത് വ്യക്തിപരമായ ബന്ധമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മാഡം ആരാണെന്നും അന്വേഷണം നടത്തിയിട്ടില്ല. കേസിൽ അപ്പീൽ പോകാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിച്ചു. നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ അനുമതിക്ക് വേണ്ടി നൽകും. 10 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഉടൻ കോടതിയെ സമീപിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിവാദങ്ങൾക്കിടെ എറണാകുളത്തെ ക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് നടൻ ദിലീപ് പിന്മാറി. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നാണ് നടൻ പിന്മാറിയത്. അതേസമയം ദിലീപ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ജനുവരിയിൽ നടക്കുന്ന ഉത്സവത്തിന്റെ സംഭാവന കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിനായിരുന്നു നടൻ ദിലീപിന് ക്ഷണം. നാളെ വൈകിട്ട് 6:30-ക്കാണ് പരിപാടി നിശ്ചയിച്ചത്. പരിപാടിയുടെ പോസ്റ്ററടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതിഷേധം ഉയർന്നു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡും നിർദ്ദേശിച്ചു. വിവാദത്തിനില്ലെന്ന് വ്യക്തമാക്കിയ ദിലീപ് പിന്മാറാമെന്ന് അറിയിച്ചതായി ക്ഷേത്രം ഭാരവാഹി പ്രസിഡന്റ് പറഞ്ഞു. പിന്നീടാണ് ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പുള്ളി തന്നെ സ്വയം മാറിയായിരുന്നു. ദേവസ്വം ബോർഡ് വിളിച്ചു പറഞ്ഞു ഭക്തജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കണം. അതുകൊണ്ടായിരിക്കാം പുള്ളി പറഞ്ഞു ഞാനൊരു വിവാദങ്ങളിലേക്കില്ല തൽക്കാലം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പുള്ളി പറഞ്ഞു. ദിലീപ് പിന്മാറിയതോടെ ചൊവ്വാഴ്ച നിശ്ചയിച്ച പരിപാടി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ക്ഷേത്രതന്ത്രിയാകും ഉദ്ഘാടനം ചെയ്യുക. കോടതി വിധിക്കു പിന്നാലെ ദിലീപ് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു. കോടതി കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിൽ വിശദ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം. രമേശ് ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായിയിൽ നിന്ന് വിവരശേഖരണം നടത്തും. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിൽ വ്യവസായിയെ സമീപിക്കുന്നതിൽ ഉൾപ്പെടെ രഹസ്യ സ്വഭാവം നിലനിർത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമെന്ന ആരോപണത്തിലും അന്വേഷണ സംഘം വിശദ പരിശോധന നടത്തും. തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരുമെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്ത ശേഷം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ ഞാൻ SITയുടെ മുമ്പിൽ മൊഴി കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയായിരുന്നു. എവിടെ ഈ സ്വർണം? ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകണം. തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു ഉന്നതന്മാർ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉന്നതന്മാരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ മുകളിൽ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനിടെ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 2 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പ കേസിലുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളി. സുധീഷിനല്ല തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തമെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി പാർലമെന്റ് കവാടത്തിൽ UDF MPമാരുടെ പ്രതിഷേധം. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ആവശ്യം. അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിൽ കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുള്ള ഭരണപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെട്ടു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും.
സ്വർണം ചെമ്പായി മാറ്റിയേ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്നൂറ്റിയേ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രീതി നേടിയ പാരഡി ഗാനം പാർലമെന്റ് കവാടത്തിലും മുഴങ്ങി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് ഇരുസഭകളിലെയും UDF MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയതലത്തിൽ പ്രചരണമാക്കാനാണ് UDF തീരുമാനം. നേരത്തെ MPമാരായ KC വേണുഗോപാലും ഹൈബി ഈഡനും ലോക്സഭയിലെ ശൂന്യവേളയിൽ വിഷയം ഉന്നയിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ പ്രധാനമന്ത്രിക്കെതിരായ വിവാദ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുള്ള ഭരണപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെട്ടു. सदस्यगण शून्यकाल बहुत महत्वपूर्ण है. शून्यकाल को चलने दीजिए प्लीज. शून्यकाल के बाद ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്ത ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. തൊഴിൽ ദിനങ്ങൾ 125ആയി വർദ്ധിപ്പിച്ചും പദ്ധതിയിൽ സംസ്ഥാന വിഹിതം ഉൾപ്പെടുത്തിയുമാണ് കരട് ബില്ല്. ലോക്സഭയിൽ BJP MPമാർക്ക് വെള്ളിയാഴ്ച വരെ വിപ്പ് നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹർജി പരിഗണിക്കും. ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി CPM സഹയാത്രികനും മുൻ MLAയുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. PT കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. സംഭവം നടന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. ഇക്കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. UDF അടിത്തറ വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിശാലമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാക്കും. UDFിലേക്ക് ഘടകകക്ഷികളെ കൊണ്ടുവരുന്ന കാര്യം UDF ചർച്ച ചെയ്യും എന്നും VD സതീശൻ പറഞ്ഞു. UDFിൻ്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നും കൂടി വിപുലീകരിക്കും. അപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്കപ്പുറത്തുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമ്മൾ പറയല്ലോ ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇപ്പോഴത്തെ വാക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്, അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് UDF. അതിപ്പോൾ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിൻ്റെ അടിത്തറ വിപുലീകരിച്ച് കുറേ കൂടെ ശക്തമായി UDF ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പത്തനംതിട്ടയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുൻ MLA KC രാജഗോപാലൻ കോഴഞ്ചേരി CPM ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മെഴുവേലി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന KC രാജഗോപാലന്റെ ആരോപണം. മെഴുവേലി പഞ്ചായത്തിൽ പാലം വലിച്ചത് പാർട്ടിക്കാർ തന്നെയാണ് എന്നും കോൺഗ്രസുകാരുടെ വോട്ട് കിട്ടിയതിനാലാണ് ജയിച്ചതെന്നും KC രാജഗോപാലൻ പറഞ്ഞു. മെഴുവേലി പഞ്ചായത്ത് 8ാം വാർഡിൽ മത്സരിച്ചത് മുൻ MLA KC രാജഗോപാലനാണ്. അദ്ദേഹം വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഭൂരിപക്ഷം വലിയ തരത്തിൽ കുറയുകയാണ് ചെയ്തത്. ആ കുറഞ്ഞതിന് പിന്നിൽ പാർട്ടിയിലെ ചില ആളുകൾ തന്നെ ഉണ്ട് എന്നുള്ള ആരോപണമാണ് മുൻ MLA KC രാജഗോപാലൻ ഉന്നയിക്കുന്നത്. KC ഇങ്ങനൊരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ ഒരു പാർട്ടിക്ക് വരാതെ കൊടുക്കുക. 2024 പടക്കം പൊട്ടിച്ചതും മെഴുവേലി പഞ്ചായത്ത് പോയപ്പോഴും പടക്കം പൊട്ടിച്ചവരടക്കം അവർക്കെതിരെ പരാതി കൊടുക്കും. പിന്നെ പത്മകുമാറിൻ്റെയും എൻ്റെയും കൂടെ ഫോട്ടോ ഇട്ട് വിശ്വാസികളുടെ വികാരം ഹനിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും പരാതി കൊടുക്കും. പിന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ശബരിമല വിഷയത്തിൽ നിന്ന് CPM രക്ഷപ്പെടണമെങ്കിൽ തമ്പരി അറസ്റ്റ് ചെയ്യണം. ഈ CPM രക്ഷപ്പെടുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ അങ്ങയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കുറയാനിടയാക്കിയ ആ ഒരു സാഹചര്യം എന്താണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഇന്ന് രാവിലെ 6-7 എന്നെ കാണാൻ ഈ വാർഡിൽ നിന്നും മറ്റു വാർഡിൽ നിന്നും അങ്ങനെ ഒരു സാഹചര്യവും പിന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ രാഷ്ട്രീയമായ പരാജയമല്ല, 100 വോട്ടിലധികം ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അവർ വളരെ പ്ലാനിങ്ങോടുകൂടി എനിക്കും വോട്ട് കുറച്ച് ഈ വാർഡിക്കാരിയായ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറച്ചു. അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഈ പ്ലാനിങ്ങിന് പിന്നിൽ ആരാണ്? ഏരിയ സെക്രട്ടറിക്ക് അത്രയൊന്നും പ്ലാൻ ചെയ്യാനുള്ള കൽപ്പം ഒന്നുമില്ല. മറ്റു ചിലപ്പോൾ ചെയ്യുന്നൊരുമായിരിക്കും. ഏരിയ സെക്രട്ടറി അങ്ങനെ ബുദ്ധിയില്ലാത്ത കഴിവിട്ടതാണെന്നാണ് പറയുന്നത്. 100%. 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 100
ഇവിടെ നിന്ന് എന്നെയും ഈ പഞ്ചായത്ത് മാറാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനം ബ്രാഞ്ച് സെക്രട്ടറിയെ സൂചിപ്പിച്ചാൽ മതി പാർട്ടി അംഗം, ലോക്കൽ സെക്രട്ടറിയെ സൂചിപ്പിച്ചാൽ മതി ബ്രാഞ്ച് സെക്രട്ടറി. ഈ സംഘടനാ സംവിധാനം കോഴഞ്ചേരിയിൽ വലുതാണ്. സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഞാനങ്ങനെ സംസ്ഥാനത്ത് പോയിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ ഈ അഭിപ്രായം സംസ്ഥാന നേതൃത്വം കണ്ട് പാർട്ടി സംഘടന കെൽപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിനിടയ്ക്ക് കേരളത്തിൽ ഈ 100-ലധികം സീറ്റിൽ CPM ജയിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചതിനെ ചൊല്ലി UDF-ൽ ഭിന്നാഭിപ്രായം. ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും മുന്നണി പ്രവേശനത്തെ തുറന്നെതിർക്കുകയാണ് ജോസഫ് വിഭാഗം. അതിനിടെ മുന്നണി വിപുലീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടും ജോസ് കെ മാണിയെയും കൂട്ടരെയും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ഇക്കാലം അത്രയും UDF-ൽ ഉന്നയിച്ച വിമർശനം ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമാക്കി. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് PJ ജോസഫ്. തോറ്റു തുന്നം പാടിയിരിക്കുന്ന ജോസ് കെ മാണിയെ ക്ഷണിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കണമെന്ന് മോൻസ് ജോസഫ് 24-നോട്. ഇപ്പം ജോസ് കെ മാണിയുടെ പാർട്ടി ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പം അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് ഇപ്പം UDF-നുണ്ടോ? അവർ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം അവരില്ലാത്തപ്പോൾ UDF നേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് UDF-നെ ദുർബലപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റുമായി കോൺഗ്രസ് നേതാക്കന്മാർ ദയവ് ഇത് ഇനി ഇറങ്ങരുതെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്നാൽ മുന്നണി വിപുലീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവശ്യമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ആശയപരമായി കൂടെ നിൽക്കുന്നവരെ കൂടെ കൂട്ടണമെന്ന് നേതാക്കൾ. ആശയപരമായി യോജിക്കുന്നവർ UDF-ആയിട്ട് യോജിക്കണം. അങ്ങനെ UDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു 0 റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം. UDF-ലേക്ക് മടങ്ങിപ്പോകില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് എം. പരസ്യ പ്രതികരണങ്ങൾ വിഷയത്തിൽ നടത്തേണ്ടതില്ലെന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ പറയുന്നു. 24 കോട്ടയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷിനും R ശ്രീലേഖയ്ക്കും മുൻഗണന. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടാകും തീരുമാനത്തിൽ നിർണായകം. 2 സ്വതന്ത്രരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും BJP തുടങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും BJP ഉടൻ തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്, വൈസ് പ്രസിഡന്റ് R ശ്രീലേഖ എന്നിവരുടെ പേരുകൾക്കാണ് പ്രഥമ പരിഗണന. നിലവിലെ കൗൺസിലറായ രാജേഷ് ആയിരുന്നു കഴിഞ്ഞ തവണ പ്രതിപക്ഷ നിരയെ കോർപ്പറേഷനിൽ നയിച്ചത്. ശ്രീലേഖ സമ്മതിച്ചാൽ ഡെപ്യൂട്ടി മേയറാക്കാനാണ് ആലോചന. ജയിച്ചെത്തിയ 2 സ്വതന്ത്രന്മാരെ ഒപ്പം നിർത്താനുള്ള നീക്കവും BJP നടത്തുന്നുണ്ട്. സ്വതന്ത്രന്മാർക്ക് പിന്തുണ നൽകി ഭരണം പിടിക്കാനുള്ള നീക്കം തൽക്കാലം വേണ്ടെന്നാണ് CPIM തീരുമാനം. അങ്ങനെ ഈ ഒരു ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിയമത്തിൽ നിന്ന് വിജയിച്ച MR ഗോപന്റെ പേരും മേയർ സ്ഥാനത്തേക്ക് പരിഗണനാ പട്ടികയിലുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം R ശ്രീലേഖ ഏറ്റെടുത്തില്ലെങ്കിൽ സിമി ജ്യോതിഷിനെയോ ആശാനന്ദിനെയോ പരിഗണിക്കാനാണ് ആലോചന. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൊലവിളി പ്രസംഗവും ഭീഷണിയുമായി പ്രാദേശിക നേതാക്കൾ. വിജയത്തിനിടെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മുസ്ലിം ലീഗ് CPM നേതാക്കൾ എതിരാളികളെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രസംഗിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കല്യാണം കഴിക്കുമ്പോ തറവാട് നോക്കണെന്തിനറിയോ? അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അന്യ കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പെടുത്തുകയാണ്. തനിക്കെതിരെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകരെ അധിക്ഷേപിച്ചാണ് മലപ്പുറം തെന്നല 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി KV മജീദിന്റെ ഈ പ്രസംഗം. CPIM മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് KV മജീദ്. വളവന്നൂർ പഞ്ചായത്ത് 8-ാം വാർഡ് വിജയാഘോഷത്തിനിടെയാണ് പ്രാദേശിക CPIM നേതാവ് V ഫൈസലിന്റെ കൊലവിളി പ്രസംഗം. കോഴിക്കോട് ബേപ്പൂരിൽ UDF-ന്റെ ആഹ്ലാദ പ്രകടനത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത് CPIM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷ്. ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വീട്ടിൽ അന്തി ഉറങ്ങില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം.
വളാഞ്ചേരി നഗരസഭ വട്ടപ്പാറ ഡിവിഷൻ മുൻ കൗൺസിലറും പ്രാദേശിക ലീഗ് നേതാവുമായ ഷിഹാബുദ്ദീന്റെ ഭീഷണി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രവർത്തകനെ തല്ലിയവന്റെ കൈയും കാലും വീട്ടിൽ കയറി വെട്ടുമെന്നാണ് ഭീഷണി. രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കൈയും വെട്ടി ചെങ്കൊടി കെട്ടി ഞങ്ങൾ പറഞ്ഞേക്കാം. ആവേശത്തിൽ പറഞ്ഞു പോയെന്നാണ് നേതാക്കളുടെ വിശദീകരണം. 24 തിരൂർ. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനുള്ള ഇടതു പാർട്ടികളുടെ നേതൃയോഗങ്ങൾ തുടരുന്നു. 10 മണിയോടെ ആരംഭിച്ച CPM-ന്റെയും CPI-യുടെയും സെക്രട്ടേറിയറ്റ് യോഗങ്ങളാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉൾപ്പെടെ തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ് നേതാക്കൾക്കിടയിലെ വികാരം. ജില്ലകൾ തിരിച്ചുള്ള കണക്കുകളാണ് CPM CPI നേതൃയോഗങ്ങൾ വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ ചില ജില്ലാ പഞ്ചായത്തുകളിലും പാളി എന്നാണ് CPI-എമ്മിനുള്ളിലെ അഭിപ്രായം. സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാതെയാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് CPI-ക്കുള്ളിലും വിമർശനമുണ്ട്. SIR-ൽ ഇനി കണ്ടെത്താനുള്ളത് 25 ലക്ഷം വോട്ടർമാരെ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേക്കൽ. മരിച്ചവരും ഇരട്ട വോട്ടുള്ളവരും താമസം മാറിപ്പോയവരും ഉൾപ്പെടെ 5 വിഭാഗങ്ങളിലാണ് വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തത്. വോട്ടർമാരെ ബോധപൂർവം ഒഴിവാക്കാനാണ് SIR നടപടിയെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കുറ്റപ്പെടുത്തി. കണ്ടെത്താനുള്ള വോട്ടർമാരുടെ വിവരം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും പരിശോധിക്കാൻ അവസരമുണ്ടാകുമെന്നും രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഇപ്പോൾ ഈ മൊത്തം 25 ലക്ഷം ആൾക്കാരുടെ ഡീറ്റെയിൽസ് ബൂത്ത് വൈസ് ഒരാളുടെ പേര്, അവരുടെ എപ്പിക് നമ്പർ അടക്കം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മീറ്റിംഗ് നടന്നിട്ടുണ്ടല്ലോ, അവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആളുടെ പേര്, ഏജ്, റിലേറ്റീവ് പേര്, ജെൻഡർ, എപ്പിക് കാർഡ് അടക്കം എല്ലാ ഡീറ്റെയിൽസ് BLO BLAക്ക് കൈമാറുന്നു. പിന്നെ ഈ മൊത്തം ലിസ്റ്റ് ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ വെബ്സൈറ്റിൽ, ജില്ലാ തലത്തിലുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അത് സെർച്ചബിൾ ഓപ്ഷൻ ആയിരിക്കും. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് കുറിച്ച് സ്വർണ്ണവില ലക്ഷത്തിലേക്ക് അടുക്കുന്നു. പവന് 600 രൂപ കൂടി 98,800 രൂപയിലെത്തി. ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയിലാണ് രൂപ. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ സാധ്യമാകാത്തതും ഇന്ത്യൻ കയറ്റുമതി തിരിച്ചടി നേരിടുന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നതുമൊക്കെ വിപണികൾക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. ആഗോളതലത്തിൽ സ്വർണം, വെള്ളി, ലോഹങ്ങളുടെ വില കുതിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇറക്കുമതിക്കാർ ഡോളർ വാങ്ങിക്കൂട്ടുന്നത് രൂപയ്ക്ക് തിരിച്ചടിയായി. ഡോളറിനെതിരെ 33 പൈസ ഇടിഞ്ഞ് 90 രൂപ 71 പൈസയിലാണ് വ്യാപാരം. ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനത്തിലാണ് രൂപ. ഈ വർഷം ഇതുവരെ രൂപയുടെ മൂല്യത്തിലുണ്ടായത് 6% ഇടിവാണ്. ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുന്നതാണ് സ്വർണ്ണവില ഉയർത്തുന്നത്. പവന് 600 രൂപ കൂടി 98,800 രൂപയിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം. ഗ്രാമിന് 12,350 രൂപ. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $4,330 ഉയർന്നു. ആഗോള ആഭ്യന്തര വെല്ലുവിളികളെ തുടർന്നുള്ള സമ്മർദ്ദത്തിൽ ഇന്ത്യൻ വിപണികളും ഇടിവിലാണ്. ബിസിനസ് ഡെസ്ക് 24. നടിയെ ആക്രമിച്ച കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് 4 തവണ പോലീസിന് മൊഴി നൽകിയിരുന്നു. ബസ്സിലെ ഡ്രൈവർ എന്ന രീതിയിൽ പൾസർ സുനിയെ അറിയാം. സ്വകാര്യത മാനിക്കണമെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറഞ്ഞു. ഏതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ആക്ച്വലി നമ്മൾ അതേപോലെ ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ആള് മനസ്സിലായപ്പോ തന്നെ നമ്മൾ ഫോണും നമ്മൾ അങ്ങോട്ട് ഓൾറെഡി വോളണ്ടറിലി നമ്മൾ ഫോണും സിം കാർഡും ഒക്കെ നമ്മൾ സറണ്ടർ ചെയ്തതാ. ഇതിപ്പോ നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ കണ്ട് പരിചയപ്പെട്ട ആളാ. പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. വിളിപ്പിച്ചപ്പോ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. കാര്യം നമ്മളെ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുത്തു. ഇനി നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, ഫോണും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെയും ഈ വിവരങ്ങൾ അധികവും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലൊക്കെ പുറത്തു വന്നിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ ഒരാളുണ്ട്, ഒരു മാഡം ഉണ്ട്, അവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ വിചാരണ കോടതി വീണ്ടും അതിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ല, അവരെ സാക്ഷിയാക്കിയിട്ടില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇക്കാര്യം ചർച്ചയാകുന്നത്. എന്താണ് അവർക്ക് പ്രതികരിക്കാനുള്ളത് അക്കാര്യത്തിൽ?
വിജയകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊട്ടേഷൻ നൽകിയത് ഒരു മാഡമാണെന്ന് പൾസർ സുനി തന്നോട് പറഞ്ഞു എന്ന് നടി പറയുന്നുണ്ട്. പക്ഷേ ആ മാഡത്തെക്കുറിച്ചുള്ള അന്വേഷണം ഒരിടത്തുമില്ല. ഒപ്പം തന്നെ പൾസർ സുനിക്ക് ഈ കൃത്യം നടക്കുന്നതിനിടയിൽ പൾസർ സുനി ശ്രീലക്ഷ്മി എന്ന് പറയുന്ന യുവതിയെ ബന്ധപ്പെടുകയും തിരിച്ചും അവർ തമ്മിലുള്ള സംസാരം ഉണ്ടായിരുന്നു എന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോടതി തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയുടെ മൊഴി രേഖപ്പെടുത്തിയ കാര്യം, അവരെ സാക്ഷിയാക്കാതിരുന്ന കാര്യം എന്നൊക്കെ ഈ കോടതി വിധിപ്പകർപ്പിൽ പറയുകയും അതിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്വേഷണ സംഘത്തിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. ശ്രീലക്ഷ്മിയും പൾസർ സുനിയും തമ്മിലുള്ളത് വ്യക്തിപരമായ ബന്ധമാണ്. അവരുടെ തമ്മിലുള്ള ഫോൺ സംഭാഷണം, ചാറ്റുകൾ ഒക്കെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അന്ന് അന്വേഷണ സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതാണ്. 4 തവണ വിളിച്ച് ചോദ്യം ചെയ്തു എന്നാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. പൾസർ സുനിയുമായി മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. ഈ കേസുമായി തന്നെ ഒരു ബന്ധവുമില്ല എന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇതിൽ തങ്ങൾക്ക് കോടതി വരെ എത്തേണ്ട സാഹചര്യമില്ല എന്ന് അന്വേഷണ സംഘം തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നപ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ പേര് ചർച്ചയായതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങേയറ്റം സ്വകാര്യത മാനിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി അവർ നടത്തുന്നുണ്ട്. ശ്രീലക്ഷ്മിക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ആ ലിങ്ക് വിട്ടുകളഞ്ഞതെന്നും വളരെ വ്യക്തമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ ഇവർക്ക് ബന്ധമില്ല, കേസുമായി ബന്ധമില്ല എന്നതിൻ്റെ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. വിജയകുമാർ, യെസ്, അന്വേഷണ സംഘം അത് പരിശോധിക്കുകയും അതിൽ അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല, ഇതുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുതന്നെയാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വാർത്തകൾ ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. 12 മണിവരെ 1,00,000 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 65,632 പേർ ദർശനത്തിനെത്തി. ഇതുവരെ 1,00,000-ലധികം ഭക്തർ വിവിധ കാനനപാതകളിലൂടെ ദർശനം നടത്തി. മണ്ഡലപൂജയ്ക്കായുള്ള തങ്ക അങ്കി ഘോഷയാത്ര ഈ മാസം 23-ന് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. 26-ന് സന്നിധാനത്തെത്തും. 27-നാണ് മണ്ഡലപൂജ. ഇതുവരെ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 25 ലക്ഷം പിന്നിട്ടു. ഇന്നലെ അന്തരിച്ച കടലുണ്ടി തൈക്കൂടത്തിൽ വീട്ടിൽ പ്രമേശന്റെ സംസ്കാരം നടന്നു. കടലുണ്ടി വട്ടപ്പറമ്പ് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. 24 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നിഖിൽ പ്രമേശ് മകനാണ്. രമണിയാണ് ഭാര്യ. മകൾ നീതി. VK ശ്രീകാന്ത് മരുമകനാണ്. മുൻമന്ത്രി ബേബി ജോണിന്റെ മകനും വ്യവസായിയുമായ ഷാജി ബേബി ജോൺ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ സഹോദരനാണ്. ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം നാളെ കൊല്ലത്തെ വസതിയിലെത്തിക്കും. സംസ്കാരം നാളെ നീണ്ടകര സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടക്കും. റീത്തയാണ് ഭാര്യ. ബേബി ജോൺ, പീറ്റർ ജോൺ എന്നിവരാണ് മക്കളാണ്.